ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കുന്നത് ഞാനല്ല, അമ്മയാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനിൻ്റെ പലഞ്ഞിയിലാണ് മുട്ട. ഏട്ട അല്ലെങ്കിൽ കൂരി എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ, കടലിലെ കായലിലെ ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കടലിലെ കൂരിയുടെ മുട്ടയാണ്. അപ്പം സാധാരണ നമ്മൾ പലഞ്ഞിയിലൊക്കെ കിട്ടുമ്പോൾ തോരനൊക്കെ തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂരിയുടെ മുട്ട കാണുന്നതും കഴിക്കുന്നതും. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾക്കൊരു തോരൻ ഇത് വെച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അമ്മയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ രീതിയിൽ കടുകൊന്നിട്ട് പൊട്ടിച്ചു. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടരിഞ്ഞ സവാളയാണ്. ഒരു വലിയ മീഡിയം സൈസിലെ സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും അതായത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ തയ്യാറാക്കുമ്പം പച്ചമുളകൊക്കെ ഈ ഒരു രീതിയിലല്ലേ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തോരൻ്റെ ആ ഒരു പരുവത്തിനാണ് പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നീട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് മുട്ട. കണ്ടോ, നല്ല ജെല്ലി പോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോൾസ് ആയിട്ടുള്ള നല്ല അടിപൊളി മുട്ടയാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി, കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇത് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി ഒക്കെ മാറിയിട്ട് നല്ല ഒരു വൈറ്റ് കളറിലെ ബോൾസ് പോലെയാകും. അതിനുശേഷം തോരനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി മൂടി വെച്ച് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെരുംജീരകപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമ്മൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയിട്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുത്താൽ നമ്മളുടെ ഈ പലഞ്ഞിയിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു പലഞ്ഞിയിലും അല്ലെങ്കിൽ ഏതൊരു മീനിൻ്റെ മുട്ടയും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുട്ടി റെസിപ്പീസുമൊക്കെ വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.